പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച പ്രതിഷേധ ബാനറുകൾ ഗവർണർ ആവശ്യപ്പെട്ടിട്ടും നീക്കിയില്ല. സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനർ നീക്കണമെന്ന് VC-യോട് ആവശ്യപ്പെടാൻ ഗവർണർ രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് SFIക്ക് പ്രോത്സാഹനം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ആരോപിച്ചു. നാളെ സംഘപരിവാർ അനുകൂല സംഘടന നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ കാലിക്കറ്റ് സർവകലാശാല ജീവനക്കാർക്ക് 2 മണിക്കൂർ അവധി നൽകി. Have you reported to the police how these banners are there and have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. ചാൻസലർ ഗോ ബാക്ക്, സംഘി ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങി SFI സ്ഥാപിച്ച കറുത്ത ബാനറുകൾ നീക്കം ചെയ്യാതിരുന്നതാണ് ഗവർണറെ രോക്ഷം കൊള്ളിച്ചത്. ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങിയ ഗവർണർ മാധ്യമപ്രവർത്തകരെയും കൂട്ടി ബാനറുകൾക്കടുത്തേക്ക് നീങ്ങി. രാജ്ഭവൻ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച അദ്ദേഹം ബാനർ മാറ്റാത്തതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഗവർണറെയും പ്രധാനമന്ത്രിയെയും ചീത്ത വിളിക്കാൻ മുഖ്യമന്ത്രി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ വിമർശനം. പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഗവർണർക്കെതിരായിട്ട് തുടർന്നും അക്രമത്തിന് ഒരുമ്പെടാൻ, അക്രമത്തിന് തയ്യാറെടുക്കാൻ SFIക്കാർക്ക് ആഹ്വാനം നൽകുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. ഇതിനിടെ SFIയെ പിന്തുണച്ച് സ്പീക്കർ AN ഷംസീറും രംഗത്തെത്തി. ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിന് അദ്ദേഹത്തെ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു ഗ്രാൻഡ് ചിൽഡ്രൻസ് ആവാനുള്ള പ്രായം മാത്രമേ വിദ്യാർത്ഥികൾക്കുള്ളൂ. കാലിക്കറ്റ് സർവകലാശാല, സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രചാരകൻ എന്ന സെമിനാറിൽ ഗവർണർ നാളെ പങ്കെടുക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സർവകലാശാല ജീവനക്കാർക്ക് അനുമതി നൽകി. SFI പ്രതിഷേധം കണക്കിലെടുത്ത് ക്യാമ്പസിലുടനീളം ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 24 തിരൂർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BJPക്ക് അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ പദവിയെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ്. അത് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രം കാണുന്നില്ല. കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി തനിക്കറിയാമെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിന്റെ ശരിക്കുള്ള ചരിത്രം പഠിച്ചിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതല്ല, പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, മതസഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് RSS ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ LDFന് ജയമുറപ്പെന്ന് മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. മുൻപൊരു DCC പ്രസിഡന്റ് CPIM-ലേക്ക് വന്നപ്പോൾ 5 മണ്ഡലം ജയിച്ചു. ഇന്ന് മറ്റൊരു മുൻ DCC പ്രസിഡന്റ് നവകേരള സദസ്സിൽ പങ്കെടുത്തു. ഞായറാഴ്ചയായിട്ടും നവകേരള സദസ്സിന് വൻ സ്വീകരണമാണ് ലഭിച്ചതെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഒരു സംശയം വേണ്ട, പത്തനംതിട്ട ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കും കേട്ടോ. ഒരു DCC പ്രസിഡന്റ് വന്നപ്പോൾ നമ്മൾ 5 മണ്ഡലവും ജയിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ DCC പ്രസിഡന്റ് കൂടി വന്നപ്പോൾ യാതൊരു സംശയമുണ്ടോ? ശരി, ഞാനതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. വലിയ അടിയൊഴുക്ക് ഇടതുപക്ഷത്തേക്കുണ്ട്, വളരെ പ്രകടമാണ്. ഇടമുറിയാതെ മഴ. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ പുലർച്ചെ തുടങ്ങിയ മഴയ്ക്ക് വൈകിട്ടും ശമനമില്ല. തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശ്രീലങ്കൻ തീരത്തിന് സമീപം നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് തെക്കൻ കേരളത്തിൽ മഴ ശക്തമാക്കുന്നത്. തീരമേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം, പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെന്ററുകൾ അടയ്ക്കും. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവർ അടിയന്തര ഘട്ടങ്ങളിൽ മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 24 തിരുവനന്തപുരം.
തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ തുടരുകയാണ്. ഈ 4 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായി മഴ തുടരുന്ന 4 ജില്ലകളിലും നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുനെൽവേലി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 2 സർവീസുകൾ മധുരയിലേക്ക് വഴിതിരിച്ചുവിട്ടു. താമരഭരണി, പാപനാശം തുടങ്ങിയ അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 30,000 ഘനയടി വെള്ളം ഇന്ന് തുറന്നുവിട്ടേക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിസൈൻവിള, കൂടംകുളം, മഞ്ചോല ഹിൽസ്, പനക്കുടി, കലക്കാട് തുടങ്ങിയ മേഖലകളിലാണ് ശക്തമായ മഴ തുടരുന്നത്. തിരുനെൽവേലി സെൻട്രൽ ആശുപത്രിയിലും പ്രധാന ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി. തെങ്കാശി, മണിമുത്താർ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. തൂത്തുക്കുടിയിൽ സാത്താൻകുടി നഗരം പൂർണ്ണമായും വെള്ളത്തിലായി. കടകളിലും വീടുകളിലുമെല്ലാം 2 അടിയോളം വെള്ളമെത്തി. അടിയന്തര രക്ഷാദൌത്യത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘങ്ങൾ തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 100 പേരടങ്ങുന്ന 3 സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായി എത്തിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ 4 ജില്ലകളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ചെന്നൈ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് ഇനി പോകുന്നത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വീണ്ടും കോവിഡ് ഭീതി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം. 302 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് ഉപവകഭേദമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിലവിൽ 1523 പേരാണ് കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 മരണവും. ഈ മാസം 9 പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. JN1 എന്ന പുതിയ കോവിഡ് വകഭേദമാണ് ഇപ്പോഴത്തെ വ്യാപനത്തിന് കാരണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്. അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുണ്ട്, പക്ഷെ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കടുത്ത ചുമ, തൊണ്ടയിലെ അസ്വസ്ഥത, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയാണ് പനി ബാധിതരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. വാക്സിൻ പ്രതിരോധമുള്ളതിനാൽ വൈറസ് ഗുരുതരമാകുന്നില്ല. എന്നാൽ പ്രായമായവരും ഗർഭിണികളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. അതിക്രമം അതീവ ഗൗരവതരം. പാർലമെന്റ് അതിക്രമ കേസ് അതീവ ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി. വിശദ പരിശോധന നടത്തും. വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. നാളെ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യപ്രതി ലളിത് ഷാ നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന് പ്രതിരോധമുയർത്താനാണ് പ്രധാനമന്ത്രി വിഷയത്തിലെ നിലപാട് ആവർത്തിച്ചത്. അത്യന്തം ഗൗരവകരമാണ് സംഭവം. എല്ലാ വശങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായുണ്ട്. ഇതിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രതിപക്ഷ സമീപനം ഉചിത താൽപര്യങ്ങൾക്ക് ചേരുന്നതല്ല. ഒരു ഹിന്ദി ദിനപത്രത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കൽ. മറുവശത്ത് പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ സ്പീക്കർ ആരംഭിച്ച അനുനയ നീക്കങ്ങൾ തള്ളുകയാണ് പ്രതിപക്ഷം. സ്പീക്കറുടെ കത്തിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ലെന്ന് അവർ വിലയിരുത്തി. നാളെ മുതൽ സഭ പൂർണ്ണമായി സ്തംഭിപ്പിക്കും വിധം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. ആക്രമണ വിഷയത്തിൽ മറുപടി പറയാൻ അമിത്ഷായ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷ കക്ഷികൾ കത്തും നൽകി. മറുവശത്ത് പാർലമെന്റ് ആക്രമണ അന്വേഷണവും പുരോഗമിക്കുകയാണ്.
ലളിത് ഷാ നശിപ്പിച്ച ഫോണിന്റെ ഭാഗങ്ങൾ ഡൽഹി പോലീസ് രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തി. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതികളുടെ മൊഴികളും അന്വേഷണ സംഘം അംഗീകരിക്കുന്നില്ല. യാദൃശ്ചികമായ കൂടിച്ചേരലാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് പോലീസ് വിലയിരുത്തി. സംഭവത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ടെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെയും ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും സാമ്പത്തിക ബന്ധങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ നീലം ആസാദിനെ കുറിച്ച് പറയാൻ നാട്ടുകാർക്ക് നല്ലത് മാത്രം. പഠനത്തിൽ അസാമാന്യം മികവ് പുലർത്തിയിരുന്ന നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ മുന്നിലുണ്ടായിരുന്ന നീലത്തെ മാത്രമേ അവർക്കറിയൂ. പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും എന്നാൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണത്തെ പിന്തുണയ്ക്കുന്നുവെന്നും സഹോദരൻ രാം നിവാസ് 24-നോട് പറഞ്ഞു. ഹരിയാനയിലെ ഗസബ്കൂർദിലെ ഗ്രാമവാസികൾ നീലം ആസാദിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കും. അവർക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഗ്രാമം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുൻപന്തിയിലുണ്ടായിരുന്ന നീലമിനെ കുറിച്ചാണ്. പാർലമെന്റ് അതിക്രമത്തിലെ നീലത്തിന്റെ പങ്ക് ഞെട്ടലോടെയാണ് ഗ്രാമം കേട്ടത്. പാർലമെന്റിനകത്ത് നീലം നടത്തിയ പ്രതിഷേധത്തെ വീട്ടുകാർ പിന്തുണയ്ക്കുന്നില്ല. പ്രതിഷേധത്തിന്റെ കാരണത്തെ മാത്രമാണ് അവർ പിന്തുണയ്ക്കുന്നത്. संसद में काम किया है, मैं उसके बिल्कुल निंदा करता हूँ कि उन्होंने जो ये कदम उठाया है, मैं उससे सहमत नहीं हूँ. लेकिन जो उन्होंने मुद्दा उठाया है भ्रष्टाचार को लेके, बेरोजगारी को लेके, मैं उसके सराहना करता हूँ. वो बिल्कुल सही उठाया है. നീലത്തിന്റെ ജീവിതത്തിൽ ഭഗത് സിംഗിന്റെയും അംബേദ്കറിന്റെയും ആശയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് കുടുംബം പറയുന്നു. പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ടോ ഒപ്പമുണ്ടായിരുന്നവരെക്കുറിച്ചോ ഒരക്ഷരം പോലും നീലം പറഞ്ഞിരുന്നില്ലെന്നും സഹോദരൻ പറഞ്ഞു. നീലത്തെ മോചിതയാക്കണമെന്ന് ഈ ഗ്രാമം ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ട്. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന ഓരോ കുട്ടികളുടെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ 4 മടക്കി അലമാരയിൽ സൂക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലെന്നാണ് ഗ്രാമവാസികൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. ഹരിയാനയിലെ ഗസബ്കൂർദിൽ നിന്നും ക്യാമറമാൻ ജോഗേഷിനോടൊപ്പം ആർ അച്യുതൻ, 24. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരായ ബാനറുകൾ നീക്കാൻ പോലീസിനെ അനുവദിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. ബാനർ നീക്കം ചെയ്യൽ പോലീസിന്റെ ഉത്തരവാദിത്തമല്ല. ഗവർണർ അനുകൂല ബാനറുകളും ക്യാമ്പസിലുണ്ട്. ചിലത് മാത്രം മാറ്റുക എന്നത് സാധ്യമല്ലെന്ന് PM ആർഷോ പറഞ്ഞു. കേരള നിയമസഭ പാസാക്കിയ ആക്ട് പ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരുന്ന് ആ പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ കാവ്യവൽക്കരണ ഇടപെടലുകൾ, ആ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറുപടി പറയിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സമരചരിത്രം. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഹമാസിനെതിരായ ആക്രമണത്തിനിടെ ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തം. ഹമാസ് ബന്ദികളാക്കിയ 3 പേരാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടത്. ബന്ദികളെ വിട്ടയക്കുന്നതിനായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഷവർമ കഴിച്ചതിന് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. കോട്ടയം സ്വദേശി രാഹുൽ മരിച്ചെന്ന കേസിൽ തൃക്കാക്കര ലേ ഹായത്ത് ഹോട്ടൽ ഉടമ MP ഷിഹാദിന്റെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. ഷിഹാദിന്റെ ജാമ്യാപേക്ഷയിൽ ജഡ്ജിമാരായ അനിരുദ്ധ ബോസ്, AG മാസിക് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് അനായാസ ജയം. 117 റൺസ് വിജയലക്ഷ്യം 17 ഓവറിൽ മറികടന്നു. അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി യുവതാരം സായ് സുദർശൻ. 5 വിക്കറ്റ് നേടിയ അർഷദീപ് സിംഗ് കളിയിലെ താരം. ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ പൂജാരിയുടെ കൊലപാതകത്തെ തുടർന്ന് പോലീസിനെ ആക്രമിച്ച ജനക്കൂട്ടം. 32-കാരനായ മനോജ് കുമാറാണ് കൊല്ലപ്പെട്ടത്. വെടിയേറ്റ് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അനാസ്ഥയാരോപിച്ച് ജനക്കൂട്ടം പോലീസ് വാഹനം കത്തിച്ചു. കല്ലേറിൽ 2 പോലീസുകാർക്ക് പരുക്ക്. കൊച്ചിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞു. എഴുന്നള്ളിപ്പിനിടെ പുറത്തിരുന്നവരെ കുലുക്കി താഴെയിട്ടു. പറമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തിയത് ആദികേശവൻ എന്ന ആന. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. ശബരിമലയിൽ തീർത്ഥാടകർക്ക് സുഗമ ദർശനം. 90,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും കാര്യമായ തിരക്കുണ്ടായില്ല. വലിയ നടപ്പന്തലിലെ നിയന്ത്രണങ്ങൾ താത്കാലികമായി ഒഴിവാക്കി. സന്നിധാനത്തും പമ്പയിലും രാവിലെ തുടങ്ങിയ ചാറ്റൽ മഴ വൈകിട്ടോടെ കനത്തു.
മലയാള മാസം 1-ാം തീയതിയും അവധി ദിനവുമായതിനാൽ വലിയ തിരക്ക് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ഇന്നലെ വരെ മണിക്കൂറിൽ 4000 പേരാണ് 18-ാം പടി ചവിട്ടിയിരുന്നത്. ഇന്നത് 3000 മുതൽ 3500 വരെയായി കുറഞ്ഞു. പമ്പ മുതൽ 18-ാം പടി വരെ ക്യൂ നിൽക്കാതെ ഭക്തർക്കെത്താം. ഈ സീസണിൽ ആദ്യമായി തീർത്ഥാടകരുടെ നീണ്ട നിരയില്ലാതെ വലിയ നടപ്പന്തലും ഒഴിഞ്ഞു. നേരത്തെ ഇവിടെ 6 വരിയായി തീർത്ഥാടകരെ നിയന്ത്രിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കുട്ടികളുടെ എണ്ണവും കൂടാനുള്ള സാധ്യത പരിഗണിച്ച് പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തി. 18-ാം പടി കയറിയ ശേഷം പോലീസുമായി ബന്ധപ്പെട്ടാൽ കുട്ടികൾക്ക് വേഗത്തിൽ ദർശനം നടത്താം. പരീക്ഷകൾ കഴിഞ്ഞ് സ്കൂൾ കോളേജുകൾ അടയ്ക്കുന്നതോടെ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. മറ്റു ചില വാർത്തകൾ കൂടി ചുരുക്കത്തിൽ നോക്കാം. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിന് വീഴ്ചയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തം. ഇടുക്കിയിൽ യുവമോർച്ചയും തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസും നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതം. CPIM ബന്ധമാണ് പ്രതിക്ക് സഹായകമായതെന്ന് വാളയാർ പെൺകുട്ടികളുടെ മാതാവ്. വണ്ടിപ്പെരിയാർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. വയനാട് വാകേരി കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് നരഭോജി കടുവയെന്ന് സ്ഥിരീകരണം. കൂടല്ലൂരിലെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് 5 കിലോമീറ്റർ അകലെ ഞാറ്റാടിയിലും ഇറങ്ങിയതെന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായി. വനംവകുപ്പ് പരിശോധന തുടരുന്നു. മഹാരാഷ്ട്രയിൽ സ്ഫോടക വസ്തു നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരുക്ക്. നാഗ്പൂരിലെ സോളാർ എക്സ്പ്ലോസീവ് കമ്പനിയിലാണ് സ്ഫോടനം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് ഒറ്റയാൻ കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് 1.5 മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. മലപ്പുറം വഴിക്കടവിലും വീണ്ടും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.